പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് ഇന്ന് തുടക്കമായത്. നീറ്റ്, അയോധ്യ വിഷയങ്ങൾ സഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉയർത്തി. CJP പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി രാജ്യസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. അതേസമയം ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് DMK വിട്ടുനിന്നത് പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടിയായി. माननीय सदस्यगण, प्लीज आप निधन संबंधी उल्लेख के समय सदन की मर्यादाओं को बने रहिए. अपेक्षा तो करते हैं ना हम. 19 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചു. നീറ്റ്, അയോധ്യ വിഷയങ്ങൾ ഉയർത്തിയ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടി പ്രതിപക്ഷം രാജ്യസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അധ്യക്ഷൻ അനുവദിച്ചില്ല. हर विषय में अनेक बाधाएं, अनेक संकट आए, उसके बावजूद भी भारत 7.7% के ग्रोथ से दुनिया की मेजर इकोनॉमी में सबसे तेज गति से आगे बढ़ने वाला देश बन के रहा. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന CJP പ്രവർത്തകരെയും പരിഹസിക്കുന്ന പ്രതികരണമാണ് സഭാ കവാടത്തിൽ പ്രധാനമന്ത്രി നടത്തിയത്. ബഹിരാകാശ നേട്ടം കൈവരിച്ച സ്കൈ റൂട്ട് എന്ന സ്ഥാപനത്തെയും അതിനു പിന്നിലെ യുവശക്തിയെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാമർശം. അതേസമയം ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുക്കാതെ DMK വിട്ടുനിന്നു. കാവേരി വിഷയത്തിൽ കർണാടക സർക്കാരിനെതിരെ ലോക്സഭയിൽ DMK നടത്തിയ പ്രതിഷേധം കോൺഗ്രസിന് നൽകിയ വ്യക്തമായ സന്ദേശവുമാണ്. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, ഇന്ന് പാർലമെന്റിൽ നീറ്റ് വന്നു, അയോധ്യ വന്നു. അയോധ്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ മേൽ തട്ടി നിൽക്കുന്ന ഒരു വർഷകാല സമ്മേളനമായിരിക്കും ഇനി അങ്ങോട്ട് എന്നതിന്റെ ഒരു സൂചനയല്ലേ ആദ്യ ദിനത്തിൽ നമ്മൾ കാണുന്നത്? മോദിയുടെ മറുപടി അടക്കം വെച്ച് നോക്കുമ്പോൾ എന്ത് കരുതാം? വളരെ പ്രക്ഷുബ്ധമാകാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിനാണ് ഇത്തവണ കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞ വിഷയങ്ങൾ കൂടാതെ FCRAയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുണ്ടല്ലോ, അതടക്കം ഈ പറയുന്ന വർഷകാല സമ്മേളനത്തിൽ ഈ പാർലമെന്റിന് മുമ്പിലേക്ക് വരികയാണ്. അത് ഉയർത്താൻ പോകുന്ന ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. കേരളത്തിലടക്കം അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമയത്തുണ്ടല്ലോ സുജിയ, ഞാൻ ആശ്ചര്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം പ്രതിപക്ഷം ഏറ്റവും ശക്തമായി പാർലമെന്റിൽ നിലയുറപ്പിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇത്. പ്രത്യേകിച്ചും ഈ ഭരണപക്ഷത്തിനെതിരെ വളരെ ശക്തമായി തന്നെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഇന്ത്യ സഖ്യ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ചോർച്ച, DMK അടക്കം വിട്ടു നിൽക്കുന്ന സാഹചര്യം. സ്വാഭാവികമായും അത് ഭരണപക്ഷത്തിന് കൂടുതൽ ഊർജം പകരും. ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ എന്നുറപ്പാണ് സുജയ. S. വിജയകുമാർ, ഇന്ത്യ സഖ്യം ഒന്നൊന്നായി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DMK ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ ഇല്ലാത്തത് അത് ഒരു സൂചനയാണ്. അതുതന്നെയാണ് സുജയ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നിരക്ക് ഒരു ഏകോപനമില്ല, ഒരു ഐക്യമില്ല എന്നത് സ്വാഭാവികമാണ്. കാരണം ഈ പറയുന്ന അയോധ്യ ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുമ്പോഴും ഈ നീറ്റ് വിവാദം നടക്കുമ്പോഴും ഒക്കെ രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം രാജ്യത്ത് ആളുകൾ, പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് പോലും രാഹുൽ ഗാന്ധി എവിടെ എന്ന് മറുപടി പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ എങ്ങനെ ഈ പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ വലിയ ആക്രമണം സഭയ്ക്കകത്തും പുറത്തും നടത്തുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് പോലും ഒരുപക്ഷെ മറുപടി പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ട്. അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചാലകശക്തിയായി ഇന്ത്യ ബ്ലോക്കിന് മാറാൻ കഴിയുന്നില്ല. ഇപ്പോൾ DMK സ്വന്തം നിലയ്ക്കാണ് പ്രതിഷേധിക്കുന്നത്. ഇന്ന് കാവേരി നദിയിൽ ഒരു അണക്കെട്ട് ഉണ്ടാക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കത്തിനെതിരെ ലോക്സഭയിൽ ഒറ്റയ്ക്ക് DMK പ്രതിഷേധിക്കായിരുന്നു. അത് കോൺഗ്രസ് സർക്കാരിനെതിരെയാണ് ആ പ്രതിഷേധം. ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ അവർ പങ്കെടുത്തില്ല. അപ്പോൾ എന്താണ് ശരത് പവാറിന്റെ പാർട്ടി എവിടെയാണ് ഇപ്പോൾ? അതിന്റെ നീക്കം എന്താണ്? സമാജ്വാദി പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നെടുക്കെ കുറുകെ പിളർന്നു കിടക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഏതാണ്ട് 3/2 ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നു. പ്രധാനപ്പെട്ട ബില്ലുകൾ വരാനുണ്ട്. അതിലൊന്നും ഒരു ആശങ്കയുമില്ലാതെ ഈ പറയുന്ന തടസ്സപ്പെടുത്തലിന്റെ ക്രിയാത്മക ചർച്ചകൾ ഒഴിവാക്കുന്നതിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിലും സഭയിൽ സ്വീകരിക്കുന്നത്, ഫ്ലോറിൽ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി പ്രതിപക്ഷത്തിന് നൽകാനില്ല. അതാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയും അല്ലെങ്കിൽ ഈ പറയുന്ന സന്തോഷവും കേന്ദ്ര സർക്കാരിന്റെ സമാധാനവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. ജോഷി കുര്യൻ, അതായത് കൊടുങ്കാറ്റടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള അഭിസംബോധനയിൽ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത് നമ്മൾ കേട്ടത്. അപ്പോൾ പിളർത്തിക്കഴിഞ്ഞു എന്നതിന്റെ ഒരു സൂചനയാണോ? ഇപ്പോഴേ ഈ ബഹളമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് ഭിന്നസ്വരങ്ങളായി കേൾക്കേണ്ടി വരുമോ? തീർച്ചയായും ഭിന്നസ്വരങ്ങൾ ഉണ്ടാകും എന്ന ഉറപ്പാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ എത്രയോ കാലമായി കേരളത്തിലെ CPMുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ വെച്ചുണ്ടായ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നത് അറിയാമല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? ഈ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായി നിർത്തേണ്ടുന്ന ഒരു സമയമാണ്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അത് കോൺഗ്രസിനാണ്, അത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃനിരക്കാണ്. അതിനവർ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിരിഞ്ഞു പോകുന്ന DMKയെ, ഇടഞ്ഞു നിൽക്കുന്ന CPMനെ
കോൺഗ്രസിനെ ഒക്കെ ഒപ്പം ചേർത്ത് നിർത്താൻ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഇക്കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു. സുജയ, പ്രതിപക്ഷത്തിന് ഒരു ഐക്യം വേണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവിധ പക്ഷങ്ങളായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തിനെയാണോ എതിർക്കേണ്ടത് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല. അത് പലവട്ടം നിങ്ങൾക്ക് മനസ്സിലായതല്ലേ. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഒരു വലിയ വിഷയമാണ് ഉയർത്തുന്നത്. അതിനെതിരെ പാർലമെന്റിൽ നിങ്ങൾ ബഹളം വെക്കുന്നതിനൊപ്പം തന്നെ അവരുടെ സമരവേദിയിലേക്ക്, ജന്തർ മന്ദറിലേക്ക് എംപിമാർക്ക് പോകാമായിരുന്നല്ലോ. പാർലമെന്റ് സമ്മേളനത്തിന് എവിടെ എത്തിയതല്ലേ. ആരാണ് അവിടേക്ക് പോകുന്നത്? ഇന്നത്തെ മാർച്ചിൽ അവരെ തല്ലിച്ചതയ്ക്കുമ്പോൾ പാർലമെന്റിൽ അത് ഉന്നയിക്കുന്നതിനപ്പുറം അവർക്കൊപ്പം ചേരുക എന്ന ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാമായിരുന്നു. അത് കാണിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഓരോ പാർട്ടിയുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്ത്യ ബ്ലോക്ക് എന്ന കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. DMK വിട്ടുനിൽക്കുന്നത് കൃത്യമായ സൂചനയാണ്. ഇനി ഒപ്പം ചേരാനുള്ള സാധ്യതയില്ലെന്ന സൂചന. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ജോഷി. അപ്പോൾ DNA ചോദിക്കാത്ത ചോദ്യം എന്താണ് കരുതുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനൊപ്പം പ്രതിപക്ഷം ചേരുമോ? നീറ്റ് ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ മറുപടി നൽകുമോ? സഭയിൽ DMK പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുമോ അതോ സ്വതന്ത്ര നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വർഷകാല സമ്മേളനം കാത്തിരിക്കുന്നത്. Big TV, without fear or favor.